ഡൽഹിയിൽ ഞങ്ങൾ ഒരുപാട് മാർക്കറ്റുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മാർക്കറ്റ്. ഈ മാർക്കറ്റിൻ്റെ പേര് ബെഞ്ചാറ മാർക്കറ്റ് എന്നാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഞങ്ങളിവിടെ ഒരുപാട് ലോക്കൽ മാർക്കറ്റുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു മാർക്കറ്റ് ഇവിടെ ഉള്ളതിനെപ്പറ്റി ഞങ്ങൾ ആദ്യമായിട്ട് അറിയുമായിരുന്നു. സാധാരണ നമ്മൾ ഓരോ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഓരോ സൈഡിലായിട്ട് പല പല ഐറ്റംസ് കാണും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൈഡിൽ ഹോം ഡെക്കോർ ഐറ്റംസ് ആണെങ്കിൽ ഒരു സൈഡിൽ ഡ്രസ്സ്, ഒരു സൈഡിൽ ഫുഡ് ഐറ്റംസ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഹോം ഡെക്കോർ ഐറ്റംസ് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ രാജസ്ഥാൻകാരായിട്ടാണ് നടത്തുന്നത്. കണ്ടില്ലേ, ഈ ഷോപ്പിൻ്റെ അകത്ത് തന്നെ അവരുടെ താമസമാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും എല്ലാം. ഞങ്ങളൊരു മിറർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. നമ്മുടെ ഒരു 5 ഫീറ്റ് അല്ലെങ്കിൽ 7 ഫീറ്റൊക്കെ വരുന്ന ഒരു മിറർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ശരിക്കും ഞങ്ങൾ ഞെട്ടി ഇവിടുത്തെ മാർക്കറ്റും ഷോപ്പുകളും ഒക്കെ കണ്ടപ്പോഴത്തേക്കും. ഇത് കണ്ടില്ലേ, വുഡനിൽ ചെയ്ത് നമ്മുടെ തടിക്കകത്ത് ചെയ്ത് കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ്. ഇതെല്ലാം ഇവർ ഇവിടെ തന്നെ ചെയ്യുന്നതോ നമ്മുടെ മുന്നിൽ തന്നെ ചെയ്യുന്ന, പോളിഷ് ചെയ്ത് തരുന്നു. നമുക്ക് ഏത് ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ അത് അതിനനുസരിച്ച് ചെയ്ത് തരുന്നു. മിററുകളൊക്കെ കണ്ടില്ലേ, നമ്മൾ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുള്ള മിററുകളാണ്. 12, 10, 10,000 രൂപ, 12,000 രൂപയൊക്കെ ഞാൻ ഓൺലൈൻ പ്രൈസ് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു മാർക്കറ്റ് തപ്പിപ്പിടിച്ച് ഇവിടെ വരുന്നത്. തപ്പിപ്പിടിച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ നോക്കി. ലോക്കൽ മാർക്കറ്റുകൾ, ഹോം ഡെക്കോർ ഐറ്റംസ് കിട്ടുന്ന ലോക്കൽ മാർക്കറ്റുകളൊക്കെ നോക്കിയപ്പോഴത്തേക്കും കണ്ടതായത്. ഇത് കണ്ടില്ലേ, വുഡൻ പ്ലേറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റും ഉണ്ട്, നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി, നല്ല ഐറ്റംസ് എല്ലാം. ഇതൊക്കെ മസാല ടിന്നുകൾ, ട്രേകൾ, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെയൊക്കെ ഐറ്റംസിന് പകരം ഇവിടെ ഫുള്ളായിട്ടിരിക്കുന്നത് വുഡിൽ, തടിയിൽ ചെയ്തിരിക്കുന്ന ഐറ്റംസാണ്. അതായത് നമ്മുടെ കാസ്ട്രോൾ, മറ്റേ റൊട്ടിയും ചപ്പാത്തിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ടൈപ്പ് കാസ്ട്രോളുകൾ, ഓർഗനൈസേഴ്സ്, ഊഞ്ഞാലുകൾ. നമുക്ക് ഇപ്പം ഞങ്ങളൊരു സ്പേസൊക്കെ ഉള്ളൊരു വീട്ടിലായിരുന്നു താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ കാര്യമായിട്ട് തന്നെ മേടിച്ചേനെ. അത്രയ്ക്ക് വിലക്കുറവുമുണ്ട്. പിന്നെ ഈ ഷോപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പോളിഷൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. നമ്മൾ പറയുന്ന ഐറ്റംസ് എല്ലാം അവർ പോളിഷ് ചെയ്തതാണ്. ഇപ്പുറത്തെ ഷോപ്പിലോട്ട് അത് വെച്ചിട്ടുണ്ട്, നമുക്കത് മേടിക്കാവുന്നതാണ്. ഈ ഇരിക്കുന്ന ഒരു ഐറ്റംസിനൊക്കെ എല്ലാം 750 മേളിലാണ് റേറ്റ് അവർ നമ്മുടെ അടുത്ത് പറയുന്നത്. 750, 800 ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് നടന്ന് പോകുകയെന്ന് കാണുമ്പോഴത്തേക്കും അവർ പറയും, ബാ എങ്കിൽ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് നമ്മൾ തരാമെന്ന്. ഈ 750 രൂപയുടെയൊക്കെ ഐറ്റംസ് നമ്മളൊരു 300 രൂപയ്ക്ക് പറഞ്ഞാലും അവർ തരും. നമുക്ക് 300 രൂപയ്ക്കൊക്കെ മേടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് വീടിൻ്റെ കുറച്ച് സ്ഥലപരിമിതികളൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും മേടിക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും അത്യാവശ്യം കുറേയേറെ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. ചേട്ടനും അത് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇവിടെ ഇരിക്കുന്ന ഐറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ. കാര്യം നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനത്തെയൊക്കെ ഷോപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും എന്തുമാത്രം യൂസ്ഫുള്ളായിരിക്കും. ഒരു വീട് വെക്കുന്ന ഒരു വീട് വെക്കുകയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെയുള്ള ഒരു ഷോപ്പിലോട്ട് വരികയെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോം ഡെക്കോർ ഐറ്റംസ് മാത്രമല്ല, ഇവിടെ പ്ലാന്റ്സുകളും കിട്ടും. ഒറിജിനൽ പ്ലാന്റ്സും ഉണ്ട്, ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. പിന്നെ മാറ്റുകൾ, ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് നമ്മുടെ വീടിന് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും. അതാണ്ട് ബെഡ്ഷീറ്റുകൾ, മാറ്റുകൾ എല്ലാം നമ്മുടെ ഈ ഫ്രണ്ട് ഗാർഡനിങ് ഒക്കെ ഡെക്കോർ ചെയ്യുന്ന അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ ബാൽക്കണികൾ. ശരിക്കും ഞങ്ങളിവിടെ കറങ്ങി നടന്ന് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും വന്ന ഞങ്ങളാണ്. രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിൽ പോകുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ ലിവിങ് ഏരിയയിലൊക്കെ ഡെക്കോർ ചെയ്യാൻ പറ്റിയ ഐറ്റംസൊക്കെ. ശരിക്കും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇവിടെ തന്നെ ഒരു വീട് മേടിച്ച് സെറ്റിലാവാം എന്ന് വരെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ ദാണ്ടെ തോക്കുകളൊക്കെ പോലെ, അതൊക്കെ ഷോ പീസുകളാണ്. ഈ ക്ലോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളി ക്ലോക്കുകൾ. പിന്നെ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന ടൈപ്പ് ക്ലോക്കുകൾ എല്ലാം നല്ല നല്ല ഐറ്റംസ്. ഒന്നും എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്കും എല്ലാം അടിപൊളി ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഈ ഷോപ്പാണെന്നുണ്ടെങ്കിൽ ദാണ്ടെ തടിയുടെ ഐറ്റംസ് എല്ലാം പണിഞ്ഞെടുക്കുന്ന ഷോപ്പാണ്. ഇവിടുന്ന് ഫ്രണ്ടിലോട്ടൊക്കെ ഉള്ള കടകളിൽ ഇത് ബാക്ക് സൈഡിൽ കാണുന്ന ഒരു ഷോപ്പായിരുന്നു. ഈ അച്ഛൻ അവിടെ നിന്ന് എല്ലാത്തിനും പോളിഷൊക്കെ അടിക്കുന്നുണ്ടോ. അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന താക്കോല് പോലത്തെയൊക്കെ തടിയുടെ ഐറ്റം. ഇവിടുന്ന് ഞങ്ങൾ റൗണ്ടിലുള്ള കുറച്ച് തടിയുടെ പീസസ് മേടിച്ച് തൂക്കിയിടാൻ പറ്റിയത്. വേറൊന്നിനുമല്ല, അതിനകത്ത് കളർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട്. പിന്നെ അതാണ്ട് മാറ്റിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. കണ്ണാടി മേടിക്കാൻ കയറിയ ഷോപ്പാണ് ഇത്. ശരിക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും മാറ്റുകളൊക്കെ ആയിരുന്നു 650, 750 രൂപ വില പറഞ്ഞു. ഒട്ടും കുറച്ച് വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഷോപ്പ് അതും കൊള്ളാം. ഞാൻ കാണിച്ച ബ്ലൂ ഒരെണ്ണം മേടിക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പുകൾ. സൂപ്പർ സാധനമല്ലേ, ഇവരെന്നെ പണിയുന്നതാണ്.
ഈ കപ്പൊക്കെ ഞാൻ പിൻട്രസ്റ്റിലേ കണ്ടിട്ടുള്ളൂ. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ ഫോട്ടോസ് നോക്കുമ്പോൾ ഈ കപ്പൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ അതിൻ്റെ പല പല കളേഴ്സൊക്കെ ഇരിക്കുന്നത്. ചെയർ, ഒരു രക്ഷയില്ല ഈ ചെയർ. അവർ സെറ്റായിട്ട് 3000 രൂപ 2000 രൂപയൊക്കെയാണ് പറയുന്നത്. 2 എണ്ണമാണ് സെറ്റായിട്ട് വരുന്നത്. അടിപൊളി ചെയറുകൾ. പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ സ്പേസ് ഇല്ല, അതിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതവിടെ കണ്ട് വെച്ചിട്ടിങ്ങ് വന്ന് ദാണ്ടെ ഈ മാർക്കറ്റിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇതൊരു സൈഡ് മാത്രം. ഇനി അപ്പുറത്തെ സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. കണ്ടില്ലേ, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് എന്ത് ഐറ്റം വേണം? തടിയുടെ വേണമെങ്കിൽ ഇപ്പുറത്ത് തടി, ഇപ്പുറത്തെ പ്ലേറ്റുകൾ വേണമെങ്കിൽ ഇപ്പുറത്തെ പ്ലേറ്റുകൾ, ഇപ്പുറത്തെ ഊഞ്ഞാലുകൾ, അങ്ങനത്തെ ഐറ്റംസ് വേണമെങ്കിൽ അങ്ങനെ ഊഞ്ഞാലുകൾ, അങ്ങനെ എല്ലാം നല്ല നല്ല ഐറ്റംസ്. ഈ ചെയർ ആരും ആട്ടിയൊന്നും തരണ്ട കേട്ടോ, അത് ആദ്യമൊക്കെ ചെയ്യും. കല്ലിൻ്റെ പുറത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ സാധനം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 450 രൂപ വില. എത്ര कितने का भैया? मेरा सर पे लड़े नभाऊं जाके हो. രാജസ്ഥാൻകാരുടെ പാട്ടാന്ന് തോന്നുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് നേരം ആ ഷോപ്പിനകത്ത് നിന്ന് എല്ലാത്തിൻ്റെ റേറ്റൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്കും മാറ്റുകൾ, പില്ലോസൊക്കെ, ചെറിയ ചെറിയ കുഷൻസ്, പില്ലോസൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല സാധനങ്ങൾ. ഇവിടുത്തെ മാറ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏതാണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തൊരു ഷോപ്പാണ് ഇത്. എല്ലാം മുളയുടെ ഐറ്റംസ്. ഞാനിപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്, നമുക്കൊരു വീട് വെക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാം മുള വെച്ചുള്ള ഒരു വീട് വെക്കുകയാണെങ്കിൽ മുളയുടെ തീമി തുടങ്ങണം. ബീങ് ബാഗിന് എത്രയാന്ന് ചോദിച്ചേട്ടാ? ഈ കടയിൽ ബീങ് ബാഗും മറ്റേ മുട്ട പോലത്തെയൊക്കെ ഊഞ്ഞാലൊക്കെ ഇരിപ്പുണ്ട്. ആ മുട്ട പോലത്തെ ഊഞ്ഞാൽ മേടിക്കണം, എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അത്. ബീങ് ബാഗിനൊക്കെ ഭയങ്കര റേറ്റ് പറയുന്നു കേട്ടോ. നമ്മൾ ഓൺലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും റേറ്റ് ഇല്ല, പക്ഷേ ഇവർ ഭയങ്കര റേറ്റ് പറയുന്നു, കുറച്ച് തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും എടുത്ത് ചോദിക്കാനൊന്നും പോയില്ല. പിന്നെ ഡ്രീം ക്യാച്ചർ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഐറ്റംസ്. ഇവിടെ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നോക്കിക്കുക. ബാഗൊക്കെ തന്നെ കണ്ടില്ല, കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ട് എല്ലാം. മറ്റേ ത്രെഡ്, ഈ ത്രെഡിന് എന്തോ ഒരു പേര് പറയുമല്ലോ, ആ ചെറുക്കൻ പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ത്രെഡിനകത്തൊക്കെ ചെയ്തത്. ഇത് താണ്ടെ ലൈറ്റിൻ്റെ ഷോപ്പുകൾ. ഈ ഷോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ലൈറ്റൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കഫേയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. ശരിക്കും ഇതിന് 300 രൂപ 400 രൂപയൊക്കെ വിലയുള്ളേ. പിന്നെ ഞങ്ങൾ മേടിച്ച കണ്ണാടിയുടെ കാര്യം പറഞ്ഞില്ല. ഞങ്ങളപ്പോൾ 5 ഫീറ്റിൻ്റെ ഒരു കണ്ണാടി മേടിച്ചിട്ടുണ്ട്. കണ്ണാടിക്ക് വെറും 2000 രൂപയായിട്ടുള്ളൂ. 2300 രൂപ കേട്ടോ. 2300 രൂപ ആയിട്ടുള്ളൂ. 2500 3000 ഒക്കെ പറഞ്ഞു, പക്ഷേ നമ്മൾ 2300 രൂപയ്ക്ക് അത് മേടിച്ചു.